സത്യസന്ധമായി പറഞ്ഞ ഒരാളെടുക്കുന്ന എഫേർട്ട്, ഇപ്പം നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഞാൻ വളരെ നിസ്സാരമായിട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു സിനിമാ പ്രവർത്തകനും ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യസന്ധമാണ്. ഒരു സിനിമ ഏകദേശം 2000 ചില്ലാൻ കുടുംബങ്ങളാണ് ഒരു സിനിമേനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു സിനിമയ്ക്കും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. നമ്മൾ എത്ര രൂപ വെറുതെ കളയണം? നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ 100 രൂപയുടെ വാല്യൂവിനെ കുറിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര്, ഈവൻ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ എങ്ങനത്തെ സിനിമയാണെന്നും ഇതും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിന് നിങ്ങളൊരു ഫീസ് വാങ്ങുന്നുണ്ടാവാം. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നൊരു ടീമാണ്. കാരണം ഇതിൻ്റെ മീഡിയയാണ്, ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയയാണ്. മീഡിയ പേഴ്സണാണ് ശരിക്കും, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ. നിങ്ങളും വെറുതെ ജോലി ചെയ്യരുത്. നിങ്ങളുടെ ജോലിക്കും ഇൻകം ഉണ്ടാവണം. നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് കുടുംബം നോക്കണ്ടാണ് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിന് നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ട്, മോശം പറയുന്നവർക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ട്. മോശം പറയുന്നതിന് കൂടുതൽ ഇൻകമാണ് വരുന്നത്, അല്ലേ? ആണ് കൂടുതൽ ഇൻകം വരുന്നത്. പക്ഷേ ഒരു റീസൺ പറയുന്നത് ഞാൻ കൊടുത്ത 100 രൂപയാണ്. പക്ഷെ 100 രൂപയുടെ കണക്ക് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഒരാൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ നശിപ്പിച്ചിട്ടാണ് ഇയാൾ ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അതിൽ സങ്കടമുണ്ട്. എന്നെങ്കിലും ഒരിക്കലും അയാൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, സ്വന്തമായിട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം, അയാൾ കഷ്ടപ്പെട്ട് വേർത്തൊലിച്ചുണ്ടാക്കുന്ന ഒരു സാധനത്തിന് വേറൊരാൾ മോശം പറയുമ്പോഴേ അയക്കാരന് വേദന മനസ്സിലാവും. എന്തോ ഒരാൾക്കാരുടെ എഫേർട്ടാണിത്. ഇത് സത്യസന്ധമായി ഞാൻ പറയാം, മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളടക്കമുള്ള ആൾക്കാർ ഭയന്നിട്ടാണ് അത് പറഞ്ഞോട്ടെ, അതായിക്കോട്ടെ എന്ന് പറയുന്നത്. നാളെ അവരെക്കുറിച്ച് പറയും എന്നുള്ളതിനെ. ഞാൻ പിന്നെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്ന എന്താ ആരെങ്കിലും എന്ന് പറയുന്നത് നമുക്ക്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി അതല്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ, അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പറയും, നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ ഒരു ബ്രീത്തിങ് സ്പേസ്. ഇവിടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ വൈകുന്നേരത്തിനുള്ളിൽ വരുന്ന റിവ്യൂസ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ റിവ്യൂസ് വരുന്നുണ്ട്. മോശപ്പെട്ടത് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്. പക്ഷേ ഓവർസീസ് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓവർസീസ് ബിസിനസ്. കാരണം ഇന്ന് മലയാള സിനിമ ഫേസ് ചെയ്യുന്നത് എല്ലാത്തിനും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു ലൊക്കേഷൻ ചോദിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ലാക്സിന് മുകളിലാണ് അതിൻ്റെ പെർമിഷൻ്റെ പെർ ഡേ ആണ് പറയുന്നത്. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്തു, നമ്മൾ ഗവൺമെൻറ്റിൽ പെർ ഡേ എത്ര രൂപ ഫോറസ്റ്റിൽ KSEBയിലെല്ലാം GST അടക്കം അടച്ചിട്ടുള്ളതെന്നറിയാമോ? ഒരു സ്ഥലത്തുനിന്നും ഒരു സപ്പോർട്ടും നമുക്ക് ആർക്കും ഇല്ല. ഫിലിം പീപ്പിൾ എന്ന് പറയുമ്പോൾ കാണുന്നത് ഇപ്പം ഇത്. പക്ഷേ നമ്മളുടെ മനുഷ്യന് ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റാണ് സിനിമ, അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും ഒരു കൺസിഡറേഷൻ അതുണ്ടാവുന്നില്ല. ഭയപ്പാട് കൊണ്ട് പലരും സത്യം തുറന്നു പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയണേ, നിങ്ങൾ ചെയ്തോളൂ, അത് പറയണേ എൻ്റെ റൈറ്റാണ്, ഓക്കെ. പക്ഷേ കുറച്ച് സമയം ആ സിനിമയിൽ ആ സിനിമ എന്തും ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ എന്തും ആയിക്കോട്ടെ, റിവ്യൂവും മറ്റുള്ള ഒന്നുമില്ലാത്ത കാലത്താണ് നമ്മൾ സിനിമകൾ ചെയ്തിരുന്നത്. അന്ന് OTT ഇല്ല, സാറ്റലൈറ്റും ഇല്ലാത്തൊരു കാലമുണ്ട്, സിനിമാ തിയേറ്റർ മാത്രം. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ ഒന്ന് കാണണം, നമ്മൾ അതിൻ്റെ ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത്. ഈ ഒരു സിനിമ കാണാം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു, അല്ലേ? നമ്മൾ ആ സിനിമ നന്നാവും. ഇപ്പം തിരിച്ചും ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും നല്ല ചെയ്യുന്ന എന്തിനാണ്? നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ ഇന്നതാണെന്ന് ജനങ്ങളെ അറിയിക്കുക. അല്ലാത്തവരോട് പറഞ്ഞ ഒരു ബ്രീത്തിങ് സൈസ് കൊടുക്കും. നമ്മളാരെയും തെറി പറയുന്നില്ല, റൈറ്റ് ഉണ്ട്, ഓക്കെ. പക്ഷെ എല്ലാവരും നമ്മൾ മനുഷ്യരല്ലേ. ഒരു സിനിമ തകരുമ്പോൾ ഒരു ഫാമിലി 2000 ഫാമിലി അതുകൊണ്ട് പൈസ വാങ്ങിച്ചു, എല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഒരാൾ വീഴുകയാണ്,
ഒരാളും അയാളുടെ കുടുംബവും വീഴാണ് ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നുള്ളതെന്ന് പറയാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, എല്ലാവരും സ്റ്റേ ആണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പരിഗണന ഏത് സിനിമയ്ക്കും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അഭ്യർത്ഥന തന്നെയാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും പറയുന്ന പോലെ ഫിലിം ആക്ടേഴ്സ് ആയാലും സൂപ്പർ സ്റ്റാർസ് ആയാലും അവർക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ, അവർക്ക് ഒരു മനുഷ്യരാണ്, അവർക്ക് അവരുടെ ജീവിതമുണ്ട്, അവർക്ക് അവരുടെ പേഴ്സണൽ ഫീലിംഗ്സ് ഉണ്ട്. പുറമെ പറഞ്ഞാൽ അവർ ഫിലിം ആക്ടേഴ്സ് ആണ്, അവർക്ക് ഇപ്പം എന്നാ ജീവിക്കുന്ന ഫിലിം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ കലാരംഭത്തിൽ സ്ക്രീനിലാണ്. ഞാൻ ഒരു വളരെ സാധാരണ ജീവിതം നടത്തുന്ന ഒരാളാണ്. നിങ്ങളുടെ വീട്ടിൽ മറ്റേ ഭക്ഷണം കഞ്ഞിയും പയറുവാണെങ്കിൽ അതുപോലെ കഴിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളും. പിന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് ലക്ഷറീസ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാതെ, ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് നടക്കുന്നു ഇല്ലേ. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഭക്ഷണത്തിനോട് കൂടുതൽ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ദേപ്പൂട്ടൊക്കെ തുടങ്ങി ഇങ്ങനെ സൈഡിൽ കൂടി അതൊക്കെ നടത്തുന്നത്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് അതിനോടുള്ള താല്പര്യം കൊണ്ടൊക്കെ. പക്ഷേ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാർ തന്നെയാണ്. കുറച്ച് വില കൂടിയ വണ്ടി വാങ്ങിക്കുന്നു, വച്ചതാണ്, അത് ചിലരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവരും സമ്പാദിക്കുമ്പോൾ നമ്മൾ ആരും ഇത് ഇവിടുന്ന് കൊണ്ടുപോകണില്ലല്ലോ. നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, നമ്മളെല്ലാം സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു വന്നത് തങ്കമണി കാണണം, നല്ല കാര്യങ്ങൾ പറയണം. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ് തങ്കമണി. കാരണം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ്. അപ്പോൾ 7-ാം തീയതി ചിത്രം റിലീസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നമില്ല, ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. മലയാള സിനിമയിലേക്ക് ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ ഒരു പ്രശ്നമില്ല. സിനിമകളെല്ലാം തിയേറ്ററുകൾ ഓപ്പണാണ്, സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളെല്ലാം സിനിമയുടെ കൂടെ നിന്നാൽ മതി. മാർച്ച് 7-നാണ് തങ്കമണി വരുന്നത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, അത് മുടക്കരുത്. നിങ്ങൾ 7-ാം തീയതിയും ഇടിച്ചൂത്തി വരിക, ഈ സിനിമ വലിയ വിജയമാക്കുക. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.